നമ്മൾ മിക്കവാറും ഇങ്ങനെ കേരളത്തേക്ക് ബോംബെയിലേക്ക് എപ്പോഴെപ്പോഴും ഇങ്ങനെ വരാറില്ലെങ്കിലും വരുമ്പോൾ എപ്പോഴും മോസ്റ്റ്ലി ഫ്ലൈറ്റിൽ തന്നെ വരുന്നത്. അച്ഛൻ പറഞ്ഞു ഈ പ്രാവശ്യം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കാറിൽ പോകാം, അച്ഛൻ്റെ കാറിൽ. ഒരു 6:30 മണിയൊക്കെ ആയി കാണും. അപ്പോഴാണ് ഞങ്ങൾ സത്യമംഗലം കാട്ടിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഞങ്ങളുടെ ബോംബെയിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്ര സത്യമംഗലം കാട്ടിൽ ഇങ്ങനെ ആനയുടെ മുമ്പിൽ അവസാനിക്കുന്നത് ഞങ്ങൾ വിചാരിച്ചില്ല. അപ്പോൾ ആ സമയത്ത് ഭയങ്കര ഡാർക്കായിരുന്നു, ഒന്നും കാണാനും തിരിച്ചറിയാനൊന്നും പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. ഞാനും ചേട്ടനും സൈഡിലേക്കൊന്ന് നോക്കിയപ്പോഴത്തേക്ക് വലിയൊരു കല്ല്. അപ്പം ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് മനസ്സിലായത് പാറയല്ലായിരുന്നു, അത് ആനയായിരുന്നു എന്ന് മനസ്സിലായത്. ഏതായാലും ആദ്യത്തെ ആനയെ കണ്ടതോടെ തന്നെ ഞങ്ങൾ എല്ലാവരും തന്നെ ഒരുവിധം വളരെ ഭയപ്പെട്ടു. പിന്നെ ആ ആനയുടെ ഒരു സീൻ കഴിഞ്ഞ് ഞങ്ങൾ ആശ്വസിച്ച് ഓക്കെ ഇനി മുന്നോട്ട് പോകാം, ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, നമുക്ക് നമ്മുടെ പഴയ തമാശകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ച് വരുമ്പോഴാണ് അടുത്ത ആന. ഫ്രണ്ടിൽ ഇരുന്ന മൂത്താള് കാറിൻ്റെ അതിലൂടെ ചാടി ബാക്ക് സീറ്റിലേക്ക് വന്ന്, പിന്നെ ബാക്കിലിരുന്ന അമ്മൂമ്മ ഭാഗവതം വായിക്കാൻ തുടങ്ങി. മൊത്തം എല്ലാവരും കൂടെ വളരെ കയോട്ടിക്കായിരുന്നു ആ ഒരു സമയത്ത്. പിന്നെ അച്ഛൻ എൻ്റെ തുമ്പിക്കൈ പോയിട്ട് പൊക്കിയിട്ട് ശങ്കരൻ്റെ അച്ഛൻ എങ്ങനെയോ തുമ്പിക്കൈയൊക്കെ മാറ്റി അതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുവന്നു ഞങ്ങളെ. ആ റോഡാണെങ്കിലാണ് വളരെ ചെറുതാണ്, ഒരു കാർ പോകാനുള്ള ജസ്റ്റ് ഒരു വിട്ടേ ഉള്ളൂ ആ റോഡിൽ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ കാറിൻ്റെ വളരെ ഹൈ ആക്സിലറേഷനിൽ ഞങ്ങൾ ആനയുടെ തുമ്പിക്കൈയുടെ ഓൾമോസ്റ്റ് അടിയിൽ കൂടെ തന്നെയാണ് ഞങ്ങൾ കാർ ഓടിച്ചു പോയത്. രണ്ടാമത്തെ ആനയെ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് ആണ് അവർക്ക് ആ ഒരു ശ്വാസം നേരെ വീണത്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു എങ്ങനെ ആനയെ ക്രോസ് ചെയ്ത് എങ്ങനെ പോയി? അപ്പോൾ ഞാൻ പറഞ്ഞു ആനയുടെ തുമ്പിക്കൈ ഞാൻ പൊക്കിയിട്ട് അതിന് അടിയിൽ കൂടെ ഓടിച്ചു പോയെന്ന്. അപ്പോൾ അതാണ് സംഭവം. ഇതിന്റെ അകത്തൊരു വലിയൊരു മിസ്റ്റർ എന്തോന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. പിന്നെ ഇത് പുലിയാണോ സിംഹമാണോ ഒന്നും നമുക്കറിഞ്ഞൂടാ.